ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചധികം തിരക്ക് പിടിച്ചൊരു ദിവസമായിപ്പോയി. അതുകൊണ്ട് ഇതുവരെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ലൈവ് ഒന്നും വന്നിട്ടില്ല. ഒരു തല വരയുടെ സംബന്ധിച്ചിട്ടുള്ള തിരക്കാണ്. മറ്റേ തല എന്ന് വെച്ചാൽ നോമ്പാണല്ലോ, എല്ലാവർക്കും അറിയാലോ, ബറാത്ത് നോമ്പായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് നോമ്പുണ്ട് എന്ന്. പക്ഷെ എനിക്ക് നോമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എൻ്റെ മകന് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് നോമ്പുള്ളത് കൊണ്ട് ഞാനും പട്ടിണി കിടന്നു എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിന് എനിക്ക് നീയത്ത് വെച്ചുകൂടായിരുന്നോ എന്നുള്ളത്. അതെന്നോട് പലരും ചോദിക്കലുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നിനക്ക് നീയത്ത് വെച്ചുകൂടെ, ഭക്ഷണമൊന്നും കഴിക്കില്ലെങ്കിൽ എന്നുള്ള. പക്ഷേ എനിക്ക് മൈഗ്രൈൻ്റെ ഗുളിക ഉള്ളതുകൊണ്ട് നോമ്പെടുക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഗുളിക മുടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കറിയാം, ഈവനിങ് ആകുമ്പോഴേക്ക് ഛർദി വരും, ഹോസ്പിറ്റലിലാകുന്ന ഒരു സാഹചര്യമൊക്കെ വരും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പെടുക്കാതിരുന്നത്. അപ്പോൾ അവന് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് നോമ്പുള്ളത് കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ, ഫുഡ് എന്ന് വെച്ചാൽ നെയ്ച്ചോറുണ്ടായിരുന്നു, ബീഫ് വരട്ടിയതുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ എനിക്ക് വെറും ചോറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സദാ നമ്മളെ നോർമൽ ചോറുണ്ടായിരുന്നു, ബീൻസ് ഉപ്പേരി ഉണ്ടായിരുന്നു, മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, എൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. ഞാനിപ്പോൾ മൈഗ്രെയിൻ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ദിവസമായി, ഒരു മാസം പോലെയായി ഇവിടെ കുക്ക് ചെയ്തിട്ട്. എനിക്ക് ഈ ഫുഡൊന്നും ചൂടാവുമ്പോഴുള്ള സ്മെല്ലൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ കുറേ ആയി ഫുഡ് ഉണ്ടാക്കിയിട്ട്. ഒന്നെങ്കിൽ ഉമ്മ കൊടുത്തയക്കും, അല്ലെങ്കിൽ അരുണിൻ്റെ അമ്മ കൊണ്ടുവരലാണ്. അപ്പോൾ പലരും കമൻ്റ് ഇട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഒന്നും ഉണ്ടാക്കി തരാറില്ലേ എന്നുള്ളത്. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മയും ബാപ്പയും മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്കാർക്കും ഉണ്ടാക്കി തരാൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ബീഫ് കഴിക്കാറുമില്ല കേട്ടോ. ബീഫ് കഴിച്ചിട്ട് വർഷങ്ങളായി. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരിക ചെയ്യുക. ഒന്നെങ്കിൽ വയറുവേദന വരും, അല്ലെങ്കിൽ മേലൊക്കെ ചൊറിഞ്ഞു പൊന്തും, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഏതോ ഒരു പെരുന്നാൾക്ക് എൻ്റെ ഉമ്മ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയപ്പം സ്മെല്ലടിച്ചപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്താവും അവസ്ഥ എന്നുള്ളത് അറിയില്ലല്ലോ. പക്ഷേ ഒന്ന് ആഗ്രഹം കൊണ്ടൊന്ന് കഴിച്ചതാണ്. അടുക്കളയിൽ നിന്ന് ഹാളിൽ തെറ്റോളെത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് വയറുവേദന വന്നിട്ട് ഞാൻ ഓടിപ്പോയിക്ക്. അപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തതാണ്. ഇതിന് ശേഷം ഞാനിട്ട് കഴിക്കാറുമില്ല, എനിക്ക് ആരോട്ട് തരാറുമില്ല. അതുകൊണ്ട് ബീഫ് ഞാൻ തീരും ആ ഭാഗത്തേക്കേ എടുക്കാറില്ല. ഉമ്മ ഉണ്ടാക്കി കൊടുത്തോണ്ടുമ്പേ പറഞ്ഞിട്ടേ ടേസ്റ്റ് പോലും നോക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന്. പക്ഷെ ഞാൻ നോക്കാറില്ല കേട്ടോ. ഇപ്പം നോമ്പ് തുറന്നു, ഇപ്പം എനിക്കൊരു സമാധാനമായത്. കാരണം അവൻ വിശന്നുകൊണ്ടിരിക്കുമ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമ്മമാർക്ക് അതൊന്നും സാധിക്കുന്ന സംഭവമല്ലല്ലോ. മക്കൾ വിശന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മമാർ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരമ്മക്കും പറ്റുന്നൊരു സംഭവമല്ല. ഞാനിന്ന് എന്തിനായിരുന്നു പട്ടിണി കിടന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവൻ കഴിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് കഴിക്കാനൊരു മനസ്സ് വരുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ഏതൊരമ്മക്കും ഉണ്ടാകുന്ന ഒരു ഇതാണല്ലോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നോമ്പ് നോറ്റ മകനെ ഫുഡ് എടുക്കാൻ പറഞ്ഞേച്ചെന്ന്. അതല്ല സംഭവം. ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പോവമ്മ, എന്നാൽ എനിക്ക് സമയം പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് 28 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്, എന്ന് വെച്ചാൽ പുനൂർ ടൗണിലേക്ക്. അവിടുന്ന് കുറച്ചുകൂടി അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ ബസ്സിന് കുറേ ടൈമുണ്ട്, ബസ്സുകളാണ്. അപ്പോൾ 1 മണിക്കൂർ പിടിക്കും പൂനൂർക്കെത്താൻ. നടക്കുക എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും, അതിനേക്കാട്ടിൽ ഏഴാന്ന് പറയേണ്ട വരും. അമ്മ അതിന് പതിയെയാണ് ബസ് പോവുക. അപ്പം ഞാൻ ചില സമയത്ത് ബസ്സിന് കയറുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മൾ സ്പീഡിൽ വാഹനത്തിൽ പോയി ശീലമുള്ള ഒരാൾക്ക് ഈ നടക്കുന്ന ബസ് കയറുമ്പം സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കുമല്ലോ. പക്ഷേ എന്നെ ബസ് കാണുമ്പോഴേക്ക് ഒട്ടുമിക്ക ബസ്സുകാരും എന്നെ അറിയുന്നതാട്ടോ. ഒന്നെന്ന് വെച്ചാൽ ബാപ്പ ഡ്രൈവറായിരുന്നു, പിന്നെ രണ്ടെന്ന് വെച്ചാൽ അരുണും ഡ്രൈവറാണ്. ബാപ്പ ഈ താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ പോയിട്ടുള്ള ഒരാളാണ്. അപ്പം മിക്ക ബസ്സുകാർക്കും എന്നെ അറിയാം, ബാപ്പയുടെ മകളാന്നുള്ളത്. അതേപോലെ അരുണിൻ്റെ കമ്പനിക്കാരായിരിക്കും ബാക്കിയുള്ളത്. അപ്പം ഞാൻ ബസ് കയറുന്നത് കാണുമ്പോഴേക്ക് എന്നോട് ചോദിക്കും 500 ലാഭിക്കാല്ലേ. ഞാനാന്ന് പറയും. കാരണം എനിക്ക് പുനൂർക്ക് പോകണമെങ്കിൽ 500 രൂപേൻ്റെ പെട്രോൾ വേണം. ഇതാകുമ്പം 30-60 രൂപ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ ബസ്സിന് കയറും. അപ്പം
വണ്ടി ഓടിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈവനിങ് സമയത്തൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ബാലുശ്ശേരിയൊക്കെ എത്തുമ്പം ഭയങ്കര ബ്ലോക്കായിരിക്കും. വണ്ടി ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ ബ്ലോക്കിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ചടപ്പായിട്ട് തോന്നും. അന്നപ്പോൾ വിചാരിക്കും ബസ്സിലെവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ സാവധാനം പോയാൽ നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും ബസ്സിനാണ് നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ കയറി കുത്തിരിക്കുന്നതാട്ടോ. പക്ഷേ ഭയങ്കര ചടപ്പാണ്. നമ്മൾ വാഹനത്തിലൊക്കെ പോയി ഇങ്ങനെ സ്പീഡ് പോയി താഴേക്കുള്ള ഒരാൾക്ക് ബസ് കയറുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ കൊല്ലുന്നതിന് സമമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ റോഡ് മേലിറങ്ങുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പല ലേഡീസും ഇത് കാണുന്ന പല ലേഡീസിനും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും വാഹനം ഓടിക്കുന്ന ലേഡീസിനുള്ള കാര്യം. എന്താ വെച്ചാൽ നമ്മൾ ലേഡീസ് ആരെങ്കിലും റോഡുമേലേക്ക് വാഹനം എടുത്തിറങ്ങുന്ന സമയത്ത് ചിലർക്കുണ്ടാവും കളിപ്പിക്കാൻ വരുന്നൊരു പരിപാടി. ചില ആൾക്കാർക്ക് പെണ്ണുങ്ങളാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ള ഒരു നിലയിൽ കളിപ്പിക്കാൻ വരും. എന്നെ അങ്ങനെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒറ്റ ചിന്തയെ ചിന്തിക്കാറുള്ളൂ, തട്ടിയ ഇൻഷുറൻസ്. എന്നാലും വിട്ടുകൊടുക്കൂല ഞാൻ. കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞ് തമാശയ്ക്ക് ചിരിക്കാറുണ്ട്. എൻ്റെ ഗുരു എൻ്റെ വാപ്പയാണെങ്കിൽ എൻ്റെ ആശാന് അരുണേട്ടനാണെന്ന് പറഞ്ഞിട്ട്. കാര്യം എന്താ വെച്ചാൽ അരുണ് ബ്ലോക്ക് കൂടിയൊക്കെ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവനങ്ങ് കയറിപ്പോവും. കാര്യം എന്താ വെച്ചാൽ ബസ്സിൽ പോയിട്ട് ശീലമുള്ളതാണല്ലോ. ബസ് ഈ പറഞ്ഞതുകൊണ്ടും ഓരോരോ പറമ്പ് കൂടിയൊക്കെ കയറ്റിയെടുക്കുന്ന ചില ബസ്സുകാർ, കണ്ണൂർ ബസ്സുകാരെ കാണണം മക്കളെ, പറമ്പ് കൂടിയാണ് പോവുക. അതിൽ ഓൾക്ക് റോഡ് ആവശ്യമല്ല, അവർ പറമ്പ് കൂടിയൊക്കെ കയറിപ്പോവും. അങ്ങനെ ശീലമുള്ളതാണ്. അപ്പോൾ ഇവന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ കാറിന് പോകും തോന്നിയാൽ അവൻ എങ്ങനെയെങ്കിലും അത് കുത്തിക്കയറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം ഞാനത് കണ്ട് ഞാൻ ഓനെ കുറേ ഇമിറ്റേറ്റ് ചെയ്യും. ഞാനും ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പം കയറി പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡാണെന്ന് നോക്കൂല, ഞാനും കയറിപ്പോവും. അപ്പം ചിലർക്ക് കളിപ്പിക്കാൻ വരും. അപ്പം ഞാൻ വിചാരിക്കും തട്ടിയ ഇൻഷുറൻസ് അത്രമാത്രം. ഞാൻ പറഞ്ഞല്ലേ, ഇവന് ഒരു R15 ബൈക്കുണ്ട്. അപ്പോൾ ബൈക്കും എടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ കുട്ടിയാന്ന് കരുതിയിട്ട് കളിപ്പിക്കാൻ തക്കത്ത രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പോഴൊന്നും എവിടെയും വിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റാൽ പോരെ എന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്നാലും വിട്ടുകൊടുക്കില്ല, അവരുടെ മുമ്പിൽ ചമ്മിപ്പോരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് വാശിയുള്ള ടൈപ്പാണ്. അങ്ങനെ വാഹനം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഇതിൽ പോകുന്നത്. വാഹനം ഓടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭയക്കരുത് വാഹനം കൊണ്ട് പോകുന്ന സമയത്ത്. ഭയം എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമുക്കൊരിക്കലും വാഹനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേഡീസോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ടെൻഷനും ഭയവും വിട്ടേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വാഹനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പേടി എന്ന് പറയുന്ന ഒരു കയ്യിലുണ്ടാവും. അതേപോലെ വാഹനം എന്ന് പറഞ്ഞാൽ എന്തായാലും ഏതൊരു ഡ്രൈവറെ അടുത്തുനിന്നും ഒരിക്കലെങ്കിലും വാഹനം തട്ടിയിട്ടുണ്ടാവും. വണ്ടിയായാൽ തട്ടുകയും മുട്ടുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു നമ്മുടെ നാട്ടു നടപ്പാണത്. അത് പേടിച്ചിട്ട് നമ്മൾ റോഡുമിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെ നമുക്ക് നോക്കിയാൽ നടക്കൂല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ എത്ര പഠിച്ചാലും പഠിച്ചേ എന്ന് നമുക്ക് ഉറപ്പ് പറയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആണ്. നമ്മൾ എത്ര കോൺഫിഡൻറ്റോടുകൂടെ ഓടിച്ചാലും എത്ര ആത്മവിശ്വാസത്തോടു കൂടെ നമ്മൾ ഇത് ഞാൻ എന്നെക്കാട്ടിൽ ഏത് ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ ഹെവി ഓടിക്കുന്ന പറഞ്ഞ് ഞാൻ റോഡുമേലേക്ക് ഇറങ്ങി ഒരു പൂച്ച വട്ടം ചാടിയാൽ മതി, അവിടെ കഴിയും. അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും പഠിച്ചേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഡ്രൈവിങ് അല്ലാന്ന് ഞാൻ പറയും. നമ്മൾ എത്ര പഠിച്ചാലും ആ വണ്ടിയുടെ മെത്തേഡ് അറിയാൻ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പറ്റൂല. കാരണം വണ്ടിയായാൽ സ്വാഭാവിക തട്ടിയും മുട്ടിയും ചെയ്യും. ഒരു ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വണ്ടി തട്ടുമെന്നാണ് പറയാറ്. അത് എത്ര വലിയ ആശാനായാലും ശിഷ്യനായാലും ഒക്കെ ഉണ്ടാവുന്ന പറയൽ. എന്നോടും തട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ വണ്ടി പഠിക്കുന്ന സമയത്ത് ഒരുപാട് തട്ടലും മുട്ടലും പോസ്റ്റിന് കൊണ്ട് ഇരിക്കലും. ഒരു സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ 2 വീലറിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് തലേന്ന് തട്ടം കഴിഞ്ഞിട്ട് ഞാനങ്ങ് എടുത്തിട്ട് ആക്സിലേറ്റർ അങ്ങ് മുറുക്കങ്ങ് കൊടുക്കുകയും ചെയ്തു. നേരെ പോയി പോസ്റ്റിന് ഇടിച്ച്. പോസ്റ്റ് ഞാൻ വരുന്നത് ഇട്ട് കണ്ടതുമില്ല, പോസ്റ്റ് ഇട്ട് മാറിയതുമില്ല. തീം തെരിയിടത്തോളം ഞാൻ താഴെ കിടക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കാറ് പഠിക്കുന്ന സമയത്ത് കാറൊക്കെ എന്ന് വെച്ചാൽ എയിമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പോക്കറ്റ് റോഡുമ്മ കൂടിയാണ് കയറുക. അതേപോലെ കൊണ്ടുവച്ച് ഒരു വളവെന്ന് പോസ്റ്റിനിട്ട് ഇടിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. വണ്ടി ഓടിക്കുമ്പം സ്വാഭാവികമാണ് തട്ടുക എന്നുള്ളതൊക്കെ.
എന്ന് വിചാരിച്ച് പിന്നീട് നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കരുത്. അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പേടി മാറ്റിയിട്ട് ഇറങ്ങേണ്ട ഒരു സംഭവമാണ് വാഹനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നോമ്പായതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും ഞാനും കഴിക്കാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിരിഞ്ഞു പോയി. പിന്നെ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈമലൊക്കെ പെയിൻ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു തല എല്ലാം കൂടി രാവണൻ്റെ ആതിരി 10 തലയായിട്ട് നിൽക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാണ്ടുന്നത്. പിന്നെ നോമ്പ് തുറന്നപ്പം ഒരു മനസ്സമാധാനം. അപ്പം ഞാൻ കരുതി നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ. ഞാൻ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനും നോമ്പ് തുറക്കാൻ കൂടി. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു നോമ്പൊക്കെ തുറന്ന് ഒന്ന് റിലാക്സ് ആവട്ടെ എന്നതിന് ശേഷം ഇടാമെന്ന് കരുതി. അങ്ങനെയാണ് ലേറ്റായത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കേ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമുക്കൊരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ.